ശക്തമായ മഴയെ തുടർന്ന് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണർ ഇടിഞ്ഞു താണു. ശൂരനാട് വടക്ക് 12-ാം വാർഡിൽ പടിഞ്ഞാറ്റ കിഴക്കേ മുറിയിൽ റിന്യൂ ഭവനത്തിൽ സെൽവരാജിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണറാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു താണത്. രാത്രി 1 മണിയോടുകൂടിയാണ് വലിയ ശബ്ദത്തോടുകൂടി കിണർ ഇടിഞ്ഞു താണത്. സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണ് ഇടിഞ്ഞു താണത്. കിണറിന്റെ കൈവരിയും തൊടിയും ഉൾപ്പെടെ ശക്തമായ മഴയിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം ബ്ലസൻ പാപ്പച്ചന്റെ നേതൃത്വത്തിൽ താലൂക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. രാത്രി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് അവർ പറയുന്നത്. ഉടൻ തന്നെ എന്നെ വിവരം അറിയിക്കുകയും രാവിലെയോടുകൂടി ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും നഷ്ടപരിഹാരത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ വീട്ടിൽ ഇതിന് സാക്ഷിയായിരുന്ന സെൽവരാജ് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ ഞങ്ങൾ സൗണ്ട് കേട്ട് കടലിലെ തിരമാല അടിക്കുന്ന സൗണ്ട് കേട്ട് ഇറങ്ങി. എൻ്റെ മോനെ ആദ്യം ഇറങ്ങി വന്നത് നോക്കിയപ്പം കിണർ മൊത്തത്തിൽ ഇടിഞ്ഞു വീണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പിന്നെ അതിലത്തുള്ള എല്ലാവരും വന്ന് കണ്ട് അതിലത്തുള്ളതും തൊട്ട് പടിഞ്ഞിട്ടുള്ള പഠിക്കലും എല്ലാവരും വന്ന് കണ്ടിട്ട് രാത്രി ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ല. എന്നിപ്പോൾ വെളുപ്പിനെ ഒരു 6 മണിയായപ്പോൾ ഞാൻ മെമ്പറെ വിളിച്ച് മെമ്പർ വന്നിപ്പം മെമ്പർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ വന്ന്.